ഹായ് ഫ്രണ്ട്സ്, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ നന്നായി തിളച്ചു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാൽ തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് കസ്റ്റർഡ് മിക്സ് തയ്യാറാക്കാം. ഒരു ചെറിയ പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കാം. ഇതിലേക്ക് കുറച്ച് തണുത്ത പാൽ ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയിൽ മാറ്റം വരുത്താവുന്നതാണ്. ഞാൻ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം പിന്നീട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ട്. പഞ്ചസാര അലിഞ്ഞതിനു ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിക്സ് പതുക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈവിടാതെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ദാ ഇതുപോലെ ഒരു ക്രീമി പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായി തണുത്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കാം. ആപ്പിൾ, മാതളം, പഞ്ചസാരയിൽ വേവിച്ച പൈനാപ്പിൾ, പഴം എന്നിവയൊക്കെ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. നല്ല രുചി നൽകും. ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഫ്രൂട്ട് കസ്റ്റർഡ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.